അതാ കറങ്ങി നാഗകന്യക. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കോളേജിലെ കോളേജ് ഡേ ആയിട്ട് പോകാൻ നിൽക്കുകയാണ്. കളറൊക്കെയാണ്. അങ്ങനെ അവൻ്റെ ഹായ് ബൈ ഒക്കെ വാങ്ങി ഉപ്പാൻ്റെ വണ്ടിയിലാണ് കേട്ടോ ഞാൻ കോളേജിലേക്ക് പോകാറ്. അങ്ങനെ കോളേജ് എത്തിയിട്ടുണ്ട്. കോളേജ് എത്തിയപ്പോൾ തന്നെ ഇവിടെ ഓരോ കൊടികൾ എന്തൊക്കെയോ തൂക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കോളേജിൽ പിന്നെ എന്ത് പരിപാടിയായാലും ഈ കൊടി മസ്റ്റാണ് കേട്ടോ. എത്തിയിട്ടുണ്ട്. റിനിമരിൻ്റെ കോസ്റ്റ്യൂം കാണിക്ക്. റിനിമരി എന്നൊരു ചേച്ചിയമ്മ ലുക്കിലാണ് വരിക. ഇന്നിപ്പോൾ കുറച്ച് മോഡേൺ ആയിട്ടുണ്ട്. അനിയത്തിൻ്റെ ഡ്രസ്സ് അടിച്ചു മാറ്റിയിട്ട് വന്നിക്കാണ്. ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. എനിക്ക് റെഡിന് മാച്ചായിട്ട് വർഷം എത്തിയിട്ടുണ്ട്. അയ്യോ, വർഷനെ കാണാനില്ല. ക്ലാസ് വന്നിട്ട് കോളേജ് ഡേ ആയിട്ടും ക്ലാസ് വന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോവുകയാണ്. ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളെയും കൊണ്ടേ പോകുള്ളൂ. ഞങ്ങളെ പിടിച്ച് വലിച്ച് ക്ലാസ്സിന് കൊണ്ടുപോവുകയാണ്. എന്താ സീനി പറഞ്ഞു? എൻ്റെ ബൂട്ട്സ് കണ്ടിട്ട് ശ്രേയൻ്റെ കോംപ്ലിമെന്റ് നാഗകന്യക. അങ്ങനെ ഫസ്റ്റ് 2 ദിവസം ക്ലാസ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കാണ്ടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് ആക്കി. പിന്നെ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ നേരെയുള്ള ഫാന് പ്രേതം നിൽക്കുക കറങ്ങുക നിൽക്കുക കറങ്ങുക. അതാ കറങ്ങി അതാ നിന്നു. റിനി എന്താണ് തല്ലി വിട്ടാ? ഞാനിപ്പോൾ എന്തായതാണോ? ഞങ്ങൾ റീലെടുക്കാൻ വേണ്ടി ആരും പേടിക്കണ്ട, ഞങ്ങള് വീഡിയോ എടുക്കാൻ വന്നിട്ടാണ്. ഞങ്ങളുടെ കോളേജ് കല്യാണിക്കൊടി പോലെ അലങ്കരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കോളേജിന്റെ എല്ലാ കാര്യങ്ങളും പറയുകയാണ്. വെറുതെ ഇരിക്കുകയാണ്. പരിപാടി തുടങ്ങാനായിട്ടുണ്ട്. ക്യാമറകൾ ഞോറിയോടൊപ്പം ക്യൂട്ട്നെസ് വാരി വിതരണ റീനിനെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. എന്നെ വീഡിയോ എടുക്കുന്ന വർഷം പ്രോഗ്രാം തുടങ്ങാനായപ്പോൾ ഞങ്ങൾ വേഗം ഓഡിറ്റോറിയത്ത് പോയിട്ടോ. അങ്ങനെ ഗസ്റ്റുകളുടെ 2 hours നീണ്ടു വന്ന സ്പീച്ചിന് ശേഷം പ്രോഗ്രാം ഇനോഗ്രേഷനും പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ ക്ലാസ്സിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടെ പോയി നോക്കുമ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥകൾ. ഇതാണ് കുട്ടി അമ്മ. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ ചേട്ടാ. പിന്നെ തിരിച്ച് ഓഡിറ്റോറിയത്തിൽ തന്നെ പോയപ്പോൾ അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ പ്രോഗ്രാമിൻ്റെ പേരൊക്കെ റിവീൽ ചെയ്തു. പ്രോഗ്രാംസ് ഓരോന്നോരോന്നായി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഈ ചേച്ചിയുടെ പാട്ടായിരുന്നു കേട്ടോ. ഈ ചേച്ചിയുടെ പാട്ട് ഒരു രക്ഷയില്ല, അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടിയായിരുന്നു പാടിയിരുന്നത്. അപ്പം നിങ്ങൾ തന്നെ കേട്ടോക്കെ എത്ര അടിപൊളിയാണെന്ന്. പിന്നെ തെയ്യമായിരുന്നു കേട്ടോ. തെയ്യം ഒരു രക്ഷയില്ല, അത്രയും അടിപൊളിയായിരുന്നു പറഞ്ഞാൽ അത്രയും അടിപൊളിയായിരുന്നു. പക്ഷേ സോണിന്ന് ഇന്റർ സോണിക്ക് സെലക്ഷൻ കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് തെയ്യം കാണിക്കാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടാത്തത് കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉള്ള ഒരു ഡാൻസ് ഡ്രാമ ആയിരുന്നു കേട്ടോ. ഈ സെൻറ്ററിൽ നിൽക്കുന്ന കുരിപ്പ് ഞാൻ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും.
നീതിപീഠങ്ങൾ കൈവിട്ട നീ പ്രതിരോധത്തിന്റെ അഗ്നിഗോളമാകണം. ഈ ഡാൻസ് കൂടെ കണ്ട ശേഷം പ്രോഗ്രാം ഫുള്ള് കാണാൻ നിൽക്കാതെ ഞാനും ഫ്രണ്ടും വീട്ടിലോട്ട് പോകാൻ ഇറങ്ങിട്ടോ. ഞങ്ങൾ പോകുകയാണ്, സമയമായതുകൊണ്ട് ഞങ്ങൾ പോകും.